മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിന് ആകില്ലെന്ന് തുറന്നടിച്ച് കോട്ടപ്പുറം രൂപത. പുതിയ വഖഫ് നിയമത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ട് എന്ന് മുനമ്പം ഉൾപ്പെടുന്ന കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ ഡോക്ടർ ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ പ്രതികരിച്ചു. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയടക്കം ഒട്ടും പോസിറ്റീവായ കാര്യമല്ല. നിയമത്തിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടോ എന്ന് വിശദമായി പഠിച്ചാലേ പറയാനാകൂ എന്നും ബിഷപ്പ് ആംബ്രോസ് Q18 പറഞ്ഞു. മുനമ്പം സമരത്തിന് എല്ലാ പരിഹാരവുമായി വഖഫ് നിയമ ഭേദഗതി ബില്ലോടെ എന്ന് ആവർത്തിച്ചു പറയുന്നു BJP നേതാക്കന്മാരെല്ലാവരും തന്നെ. അങ്ങനെ സഭ കരുതുന്നുണ്ടോ? കോട്ടപ്പുറം രൂപത അങ്ങനെ കരുതുന്നുണ്ടോ? സഭയും കോട്ടപ്പുറം രൂപതയും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചതായിട്ട് കരുതുന്നില്ല. ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇത് കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട്, പ്രത്യേകിച്ച് വഖഫ് ബോർഡിൻ്റെ പേരിൽ ഇവരുടെ പേരുകൾ രജിസ്റ്റർ കയറിയിട്ടുണ്ട്. ആ പേരുകൾ രജിസ്റ്റർ മാറിക്കഴിഞ്ഞു റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ അമെൻമെൻറ്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമെൻമെൻറ്റിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ബോർഡിൻ്റെ അകത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ ചേർക്കുക എന്നുള്ളത്, അത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ടാമതായിട്ട് ഞാൻ കാണാത്തൊരു കാര്യം, പ്രത്യേകിച്ച് 5 വർഷം മുസ്ലിമായ ആളുകൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ വഖഫ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ മുനമ്പത്ത് വന്നിട്ടുണ്ടാകും. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് മക്കൾ ഇതിൻ്റെ പിന്നിൽ. പക്ഷേ അതെനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക, അതിൻ്റെ ഓർഡർ വിട്ടുപോയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓർഡർ വരാൻ വേണ്ടിയാണ് ഈ അമെൻഡ്മെൻറ്റ് വന്നതെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. മറ്റു ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതാ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്കതിനു വേണ്ടി 6 മാസം ആഗസ്റ്റിൽ ചെയ്യേണ്ടിരുന്നത് 6 മാസം നീട്ടി കിട്ടിയപ്പോൾ എല്ലാ പാർട്ടികൾക്കും പഠിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. ഈ ബില്ലിൽ ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് പഠിക്കണം, അതാണോ നിലപാട്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഏതെങ്കിലും ഇതുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോൾ ഇത്രയും ഈ ഭേദഗതിയിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് പറ്റിയേക്കുന്നത് 2A ഒരു ക്ലോസാണ്. അതുമാണ് വ്യക്തമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ല് പാസ്സാകുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ കാര്യങ്ങളല്ല, ജബൽപൂരിൽ അടക്കം നടക്കുന്ന ആക്രമണങ്ങൾ ആണ് ഇവിടുത്തെ ക്രൈസ്തവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് എന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ. ചരിത്രം മറന്നു പോകരുത്. മതഭ്രാന്തന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതുവരെ ശുശ്രൂഷിച്ചവരെ പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ശത്രുക്കളെ പോലെ കാണുന്നത്? ഇതുപോലെയുള്ള വിഷയങ്ങൾ ഈ കേരളത്തിൽ നടക്കില്ല എന്നും കോട്ടപ്പുറം ബിഷപ്പ് Q18 പറഞ്ഞു. സ്വത്ത് അവകാശങ്ങളിൽ, സ്വത്ത് തർക്കങ്ങളിൽ മുനമ്പം ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്നാണ് BJP പറയുന്നത്. ആ സമരം അതിനൊപ്പം പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ സഭാ തർക്കങ്ങൾ കുറേ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, പല സഭകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അതും ഈ സ്വത്ത് തർക്കങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണ്. അതിനകത്ത് പക്ഷേ BJP ഒരിക്കലും എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതിലൊരു ഡബിൾ നിലപാടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാർട്ടിയുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറയാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ കേരളത്തിലെ കാര്യങ്ങളല്ല, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ ആക്രമണങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചരിത്രം മറന്നു പോകുന്ന ആളുകൾ അത് ചിലപ്പോൾ നമ്മൾ ഫനാറ്റിക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് ഇത്രയും നാളിപ്പോൾ ഈ ശുശ്രൂഷിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ശത്രുക്കളായി തീരാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അവിടെ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പള്ളി ആക്രമിക്കപ്പെടുന്നു? ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കാത്തത്. ഈ ജബൽപൂരിലടക്കം നടക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ അത് കേരളത്തിലും ക്രൈസ്തവ അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത് അവിടെ പള്ളികൾ ആക്രമണം നടത്തുന്നവർ ഇവിടെ സമരത്തിന് പിന്തുണ നടക്കുന്നത് പ്രഹസനമാണെന്നാണ് BJPക്കെതിരെയുള്ള ആരോപണം. അത്
അതുകൂടി പരിശോധിക്കേണ്ട കാര്യമാണെന്നാണോ നേരത്തെ ചരിത്ര പഠനം വേണം എന്നതായിട്ട് ബിഷപ്പ് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ ചരിത്ര പഠനത്തിൽ അതൊക്കെ എല്ലാം വരും. കാരണം ഞാൻ പറഞ്ഞത് കേരളം വേറെ, ഈ നോർത്ത് ഇന്ത്യയുടെ നടക്കുന്ന വേറെ. അത് നമുക്കറിയാം. കാരണം കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഈ എല്ലാ മന്ത്രിമാരും വിചാരിച്ചാൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് അറിയാം. നമുക്കിവിടെ കിടന്ന് ശബ്ദിക്കാനേ പറ്റുള്ളൂ, ആർക്കും ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. മണിപ്പൂരിൽ ഇത്രയും നാൾ നടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ആർക്കും ഇടാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് അവിടെ ഇവിടെ നിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം കഴിവില്ലാത്തവരാണ് എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക ഈ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. കൊന്നാൽ പോലും ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേരള അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ ഏത് വിധത്തിലും പീഡിപ്പിക്കപ്പെട്ടെന്ന് വെച്ചാൽ പോലും ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന സർക്കാരും CPIഎമ്മും മുനമ്പം വിഷയം നീട്ടി വഷളാക്കി എന്ന ആരോപണം തള്ളുകയാണ് കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ. സംസ്ഥാന സർക്കാരിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലും വിശ്വാസമുണ്ട്. സർക്കാരിന് പരിഹരിക്കാനാകുന്ന വിഷയം തന്നെയാണിത്. അതിനുവേണ്ട നിയമ നടപടികൾ ഉറപ്പാക്കണം. സമരസമിതിയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വഖഫ് വകുപ്പ് മന്ത്രി ഒഴിവാക്കണമെന്നും ബിഷപ്പ് ആംബ്രോസ് Q18 പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടിന് CPIഎമ്മിന്റെ നിലപാടിന് ലത്തീൻ സമുദായമൊക്കെ ആ തരത്തിൽ പിന്തുണയൊക്കെ കൊടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് CPIഎം. ഈ വിഷയത്തിനകത്ത് ഇത് നീട്ടി വലിച്ചു കൊണ്ടുപോയി വഷളാക്കി എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ട്. അങ്ങനെ തന്നെയാണോ കരുതുന്നത്? ഈ മന്ത്രി രാജീവ് പലപ്പോഴും ഞങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പം ചില നിയമങ്ങൾ റെട്രോസ്പെക്റ്റീവ് അല്ല എന്നും കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെ അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. അഡ്വക്കേറ്റ് ജനറൽ ഇനി ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ആ നിയമം പാസ്സാക്കാനായിട്ടുള്ള കൂടെ നിൽക്കണം. ഒന്ന്. രണ്ടാമതായിട്ട് ഈ വഖഫ് ബോർഡിലെ മന്ത്രി അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന ആ വാക്കുകൾ അത് മാറ്റണം, പിൻവലിക്കണം. ഇത് രണ്ടും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇത് നീട്ടിവലിച്ചു കൊണ്ടുപോകും തോറും അനാവശ്യമായിട്ടുള്ള. സംസ്ഥാന സർക്കാരിനെ ഇപ്പോഴും രൂപത വിശ്വസിക്കുന്നുണ്ട് ഈ വിഷയം? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ രൂപതയിൽ എല്ലാവരും പല അഭിപ്രായങ്ങളായിരിക്കാം. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുക അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ വിശ്വസിക്കുക എന്നുള്ളത് അവർ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് പിന്നെ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഒരു വർഷവും 3 മാസമായിട്ടുള്ളൂ. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പല സമരങ്ങളുണ്ടാവും. ഈ സമരങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത്? പക്ഷേ നമ്മുടെ ഇവിടുത്തെ മുനമ്പത്തെ സമരം വളരെ മാതൃകാപരമായ രീതിയിലാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാലും എന്തിനാ നിർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിർത്തുന്നത്? അതിനുള്ള പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ എന്തിനാണ് നിർത്തുന്നത്? പരിഹാരം കാണുന്നത് വരെ. അതുകൊണ്ടാണ് ശാശ്വതമായി പരിഹാരം കാണുക എന്ന് പറഞ്ഞത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സമുദായം ശക്തമായ രാഷ്ട്രീയ നിലപാടെടുക്കുമെന്നും കോട്ടപ്പുറം രൂപത അതിനു മുന്നിൽ നിൽക്കുമെന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. മുനമ്പം മാത്രമല്ല, ലത്തീൻ സമുദായത്തിന്റെ വിഷയം അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും വാർഡ് തലം തൊട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് എന്നും രൂപത അതിന് നേതൃത്വം കൊടുക്കുമെന്നും ബിഷപ്പ് ആംബ്രോസ് Q18 പറഞ്ഞു. മുനമ്പം അടുത്ത തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, വോട്ടുകളെ ബാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെ ജനത രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളതാണ്. അവർക്ക് നെല്ലും പതിരും വേർതിരിച്ചറിഞ്ഞ് ഈ വിഷയത്തിനകത്ത് കൃത്യമായൊരു നിലപാടെടുക്കാൻ അറിയാം എന്നുകൂടിയാണ്. മുനമ്പം മാത്രമല്ല, ലത്തീൻ സമുദായം ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയ നിലപാട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുനമ്പത്തെ കണ്ടിട്ട് മാത്രമല്ല, മുനമ്പം ഒരു വസ്തുത. അതുകൂടാതെ ഞങ്ങളിപ്പം ഈ എന്തുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതൊക്കെ കിട്ടണം എന്ന രീതിയിൽ അതിന് പാർട്ടി തലത്തിലും മറ്റു രീതിയിലൊക്കെ അവരൊക്കെ ഒന്ന് എംപവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാന്നിധ്യമൊക്കെ കത്തോലിക്ക സഭ വഴിയെങ്കിലും ശക്തമാക്കണമെന്ന് 50 എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതിനാൽ അതിന് മുന്നിൽ ഈ കോട്ടപ്പുറം രൂപത ഉണ്ടാവും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബിഷപ്പ് ആംബ്രോസുമായി Q18 അഭിമുഖം നടത്തിയ അപർണ കുറുപ്പ് തന്നെയാണ് തത്സമയം ചേരുന്നത്. അപർണ, നിരവധി ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേരളത്തിലടക്കം വലിയ ചർച്ചയായിട്ടുള്ള, പശ്ചിമ ബംഗാളിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന
വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ വഖഫ് നിയമ ഭേദഗതിയിൽ പൂർണ്ണമായ വിശ്വാസമില്ല, ആ ഭേദഗതിയോടുള്ള വിയോജിപ്പ്, അതോടൊപ്പം തന്നെ അത് മുനമ്പം വിഷയത്തിന് പരിഹാരമായി മാറുന്നില്ല എന്നുകൂടിയാണല്ലോ കോട്ടപ്പുറം രൂപത പറയുന്നത്. അഭിലാഷ്, മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം സഭയുടെ പിന്തുണ പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട പേര് കോട്ടപ്പുറം രൂപതയുടെ പേര് തന്നെയാണ്. കാരണം കോട്ടപ്പുറം രൂപതയുടെ ഭാഗമാണ് മുനമ്പം. ഈ മുനമ്പം സമരസമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ കോട്ടപ്പുറം രൂപത അംഗങ്ങളാണ്. ഈ നമ്മൾ കണ്ട ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിലിന്റെ രൂപതയുടെ അംഗങ്ങളാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആദ്യം ഒരു സഭ നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വം കൊടുത്ത അതിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന സഭാ വൈദികൻ എന്ന് പറയുന്നതും സഭയും ആ പിന്തുണയും കോട്ടപ്പുറം രൂപതയുടെ തന്നെയാണ്. ആ കോട്ടപ്പുറം രൂപതയാണ് വഖഫിന്റെ പുതിയ ഭേദഗതി നിയമം ഒരുപക്ഷെ രാഷ്ട്രീയ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് അത് പരിപൂർണ ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല, പൂർണ്ണ പരിഹാരമല്ല എന്ന് പറയുന്നിടത്ത് ഏറ്റവും പ്രാധാന്യം വരുന്നത് സീറോ മലബാർ സഭയുടെ പല വൈദികരും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ പ്രകടമാക്കിയത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല സഭാ വക്താക്കളടക്കം ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ പ്രതികരിച്ചിരിക്കുന്ന ഇത് ഒരുപക്ഷെ ഈ വഖഫ് നിയമത്തോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നുള്ള രീതിയിലാണ്. എന്നാൽ ആ രീതിയിലല്ല കോട്ടപ്പുറം രൂപത. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കോട്ടപ്പുറം രൂപത ലത്തീൻ സഭയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലപാട്, സീറോ മലബാർ സഭയും ലത്തീൻ സഭയും രണ്ട് നിലപാടിലേക്ക് നിൽക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിൽ ഈ വിഷയത്തിനകത്ത് രണ്ട് അഭിപ്രായമാണോ ഉള്ളത്? അടുത്ത തെരഞ്ഞെടുപ്പിൽ മുനമ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അപർണയിലേക്ക് വരാം. ഇപ്പോൾ